മുണ്ടക്കയത്ത് ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തം, ഒരാൾ കസ്റ്റഡിയിൽ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മുണ്ടക്കയത്തെ ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് ശേഖരിച്ചു വയ്ക്കുന്ന സ്ഥലത്ത് ഞായറാഴ്ച രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. കെട്ടിടത്തിനുള്ളിൽ തീയിട്ടു എന്ന് കരുതുന്നയാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സമീപത്തെ കടയുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സംശയാസ്പദമായി കണ്ട ആളെ പുലർച്ചെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മുണ്ടക്കയം സ്വദേശി അല്ലാത്തതും കുറച്ചു ദിവസങ്ങളായി ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതുമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതുമായ ആളാണ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. കോസ്വേയുടെ സമീപത്തുള്ള പഞ്ചായത്ത് വക കെട്ടിടത്തിൽ 2ാം നിലയിലാണ് ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് കെട്ടുകൾ സൂക്ഷിച്ചിരുന്നത്. പ്ലാസ്റ്റിക്കുകളിൽ തീ ആളിപ്പടർന്നതിനാൽ വലിയ പുക പ്രദേശത്ത് വ്യാപിച്ചു. തുടർന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പ്ലാസ്റ്റിക് ശേഖരണത്തിന്റെ പകുതിയോളം കത്തി നശിച്ചതൊഴിച്ചാൽ മറ്റ് അപകടങ്ങളില്ല. തീപിടുത്തമുണ്ടായ 2ാം നില വൈദ്യുതീകരിച്ചതല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി തീ പടരാൻ സാധ്യതയില്ല എന്നതിനാൽ സമീപത്തെ കടകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. ഞായർ അവധി ദിവസമായതിനാൽ താഴത്തെ നിലയിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നിരുന്നില്ല. റോഡ് കുറുകെ കടന്ന് എത്തിയ ആൾ താഴത്തെ നിലയുടെ തൂണിന്റെ അരികിൽ മറഞ്ഞിരുന്നു. തുടർന്ന് മുകൾ നിലയിലേക്ക് കയറിപ്പോകുന്നതും CCTVയിൽ വ്യക്തമാണ്. ഇയാൾ ഇറങ്ങിപ്പോകുന്നതിന് പിന്നാലെയാണ് തീപിടുത്തമുണ്ടായിട്ടുള്ളത്. ഇയാളാണോ തീപിടുത്തത്തിന് കാരണമെന്നറിയാൻ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്.